ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൽ നമുക്ക് 14th എക്സസൈസാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എക്സസൈസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഡ്രോയിങ് ക്യാൻവാസിൽ വരയ്ക്കേണ്ട ഒരു ഡിസൈനാണ് ഇതിലേറ്റവും മുകളിൽ നമ്മൾ കാണുന്നത്. മെയിനായിട്ടും റെക്റ്റാങ്കിൾസ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ഒരു സ്റ്റാർ സിമ്പൽ ഉണ്ട്, അതിനകത്ത് ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണുന്നത് ആക്ച്വലി ഇത് ഒരു ടേബിളാണ്, ഒരു പട്ടികയാണ്. ഓക്കെ, അല്ലാതെ ഇത് ഓരോരോ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതല്ല. ഓക്കെ, പിന്നെ ഏറ്റവും താഴെ നമുക്ക് കാണുന്ന എന്താണ്, ഒരു പിക്ചറാണ്. ആ പിക്ചറിനകത്ത് ജസ്റ്റ് ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു വൈറ്റ് ബോക്സ്, കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ബാക്കിലുള്ള പിക്ചർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് എഫക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഒരു വ്യക്തി കൈ പൊന്തിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെ വേണം നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ കൈ പൊന്തിക്കണം. യെസ്, ഐ ക്യാൻ ഡു എനിത്തിങ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്, ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കൈ പൊന്തിക്കാൻ നിങ്ങൾക്കും ആകണം. ഓക്കെ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ആ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. 100 ഷോർട്ട് കട്ട്സുകൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിനകത്തുണ്ട്. എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഇങ്ങനെ കൈ പൊന്തിച്ചിട്ട് വളരെ കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ് ഐ ക്യാൻ. പോട്ടെ, അപ്പോൾ അടുത്തത് നമുക്ക് സോഫ്റ്റ്വെയർ സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല, ഒരു കളറിൻ്റെ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ചിലത് ബ്ലാക്ക് ആണ്, ചിലത് ഒരു ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, അത് ഞാൻ ക്ലോസ് ചെയ്യട്ടെ, സേവ് ചെയ്യുന്നില്ല ഈ ഡിസൈന്. ഓക്കെ, ഇപ്പോൾ ഞാൻ പുതിയ മൈക്രോസോഫ്റ്റ് വേർഡ് തുറക്കാം. വിൻഡോ കീയോ 6 അമർത്തി, അതിനുശേഷം വിൻവേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ അടിച്ചു. പിന്നെ നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാലോ. അതായത് പേജ് ഏറ്റവും ആദ്യം എന്താക്കണം, പ്രിൻ്റ് ലേഔട്ട് ആക്കണം. പിന്നെ ആൾട്ടോ പി അടിച്ചിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എന്താക്കണം, 0യും ലൈൻ സ്പേസിങ് സിംഗിൾ ആക്കണം. സെറ്റ് ആസ് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഡോക്യുമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദി നോർമൽ ടെംപ്ലേറ്റ് ആക്കണം. അതുപോലെ തന്നെ പേജ് എന്താക്കുക, A4 പേപ്പർ ആക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിനൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ. ഞാനത് ഈ രീതിയിൽ പറഞ്ഞു തരാനുള്ള കാരണം ഇത് ഞാൻ എല്ലാ പ്രൊജക്റ്റിനകത്തും പറയുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് പ്രോജക്ട്സുകളൊക്കെ ഒന്ന് വെറുതെ കണ്ടു നോക്കുക. അതിനകത്ത് നമുക്കറിയാൻ പറ്റും ഒരു വർക്ക് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. വെറുതെ ഞാൻ ഈ എല്ലാ വീഡിയോയും പറഞ്ഞ് വെറുതെ ടൈം പോക്കുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഡിസൈൻ ഒന്ന് ചെയ്തു തുടങ്ങാം. ഇതിനകത്ത് ഏറ്റവും മുകളിൽ കാണുന്നത് കണ്ടോ, ഒരു ഡ്രോയിങ് ക്യാൻവാസിനകത്ത് ഉള്ള ചെറിയൊരു ഡിസൈൻ. അപ്പോൾ നമുക്ക് ക്യാൻവാസ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് കീബോർഡിനകത്ത് AltN അമർത്തി. ഓക്കെ, നമുക്ക് ക്യാൻവാസ് കിട്ടി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ടിനകത്ത് ഷേപ്പിനകത്ത് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കളർ ഉണ്ടെന്ന് നോക്കിയേ, ഇല്ല അല്ലേ. ഓക്കെ, ഒരു വൈറ്റാണ് കാണുന്നത്. അതുപോലെ തന്നെ ബോർഡർ മാത്രമേ ഇതിന് കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് ഫില്ല് നമുക്ക് നോ ഫില്ല് എടുത്തു. അതുപോലെ തന്നെ ഷേപ്പ് ഔട്ട്ലൈൻ ഞാൻ എന്താക്കുന്നു, ഒരു ബ്ലാക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനിൻ്റെ വെയിറ്റ് നമുക്ക് ഒരു 4.5 PT കൊടുത്തു, ഒരു 4.5 PT കൊടുത്തു. അതിനുശേഷം ഇത് കറക്റ്റ് ഈ മൂലക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഇതിനകത്ത് എഴുതാനുള്ള എന്താണ്, ഐ സബ്സ്ക്രൈബ് ബിക്കോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റാണ്. ഞാനത് ടൈപ്പ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, അത് അവിടുന്ന് കോപ്പി പേസ്റ്റ് അടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാനിവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് നമുക്ക് Ctrl+D അടിച്ചിട്ട് ഇതിൻ്റെ കളറ്, ഫോണ്ട് കളർ ഞാൻ ബ്ലാക്ക് കളറാക്കി. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് സെൻറ്റർ ആക്കുക. Ctrl+E അടിച്ചിട്ട് സെൻറ്റർ ആക്കി. ഓക്കെ, അതിനുശേഷം അത് കുറച്ചൊന്ന് സൈസൊക്കെ ഒന്ന് കൂട്ടി. ഓക്കെ, ഇതുപോലെ തന്നെ സൈസൊക്കെ ഒന്ന് കൂട്ടി. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയേ, കണ്ടോ ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, ടേക്ക് ബെറ്റർ ഫോട്ടോസ്. ഓക്കെ,
ഇത് കുറച്ചൊന്ന് സെലക്ട് ചെയ്തു, ഇത്ര സൈസ് വേണ്ട, കുറച്ച് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ കോപ്പി പേസ്റ്റാണ് കേട്ടോ അടിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് കറക്റ്റ് അതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് വീണ്ടും കുറേ റെക്റ്റാങ്കിൾസ് 1 2 3 റെക്റ്റാങ്കിൾസ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും ഇൻസേർട്ടിനകത്ത് ഷേപ്പിനകത്ത് വീണ്ടും എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് എന്ത് കിട്ടും, കറക്റ്റ് നമുക്ക് ഒരു സ്ക്വയർ കിട്ടിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളറ് ഉണ്ടോ ഇല്ല അല്ലേ, നോ ഫില്ല് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ നമുക്ക് എന്ത് കൊടുക്കാം, അതേ സൈസ് തന്നെ കൊടുക്കാം, 4.5 PT കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ കളർ നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് Ctrl+D അടിച്ചിട്ട് ഒന്ന് ഇത് അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ ഒന്ന് Ctrl+D അടിച്ചിട്ട് ഒന്ന് ഇത് അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കാരണം ഇതിൻ്റെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അറ്റത്തൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കാന്തം ഒട്ടിപ്പിടിക്കുന്ന പോലെ, മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ആക്ച്വലി സോഫ്റ്റ്വെയറുകളുടെ ഈ ഒരു സ്വഭാവവിശേഷത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ, സ്നാപ്പ് ടു എന്നാണ് പറയുക, സ്നാപ്പ് ടു. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പഴയ വേർഷൻസിലൊന്നും സ്നാപ്പ് ടു അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷേ പുതിയ വേർഷൻസിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്നാപ്പ് ടു 100% പെർഫെക്ഷനിൽ വർക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ഡിസൈനിങ് സോഫ്റ്റ്വെയറും, പേജ് മേക്കർ ആവട്ടെ, കോറൽ ഡ്രോ ആവട്ടെ, ഫോട്ടോഷോപ്പ് ആവട്ടെ, ഇല്ലസ്ട്രേറ്റർ ആവട്ടെ, ഇതിനകത്തൊക്കെ ഈ സ്നാപ്പ് ടു ഒക്കെ 100% വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളത്, ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ എവിടെ നിന്നാണ് പോകുന്നത്, ഇതിൻ്റെ സെൻറ്റർ കൂടിയും ഇതിൻ്റെ സെൻറ്റർ കൂടിയൊക്കെയല്ലേ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, കറക്റ്റ് ഇങ്ങോട്ട് അടുപ്പിച്ച് വയ്ക്കുക, തീർച്ചയായിട്ടും. ഓക്കെ, ക്യാൻവാസ് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതവിടെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആക്ച്വലി ഈ ക്യാൻവാസിൻ്റെ സൈസ് നമ്മളിങ്ങനെ കൂട്ടുന്ന സമയത്ത് ഇത് എന്താ വരുത്, ഈ റൈറ്റ് മാർജിൻ കണ്ടോ, ഈ റൈറ്റ് മാർജിൻ കഴിഞ്ഞിട്ടൊന്നും പോവരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് വെറുതെ ഇങ്ങനെ പിടിച്ച് നീക്കി കഴിഞ്ഞാലുണ്ടല്ലോ കണ്ടോ, ഇത് പേജും കഴിഞ്ഞൊക്കെ പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടെ വ്യൂവിനകത്ത് ഒരു ഗ്രിഡ് ലൈൻസ് ഉണ്ട്. ഗ്രിഡ് ലൈൻസ് തന്നെ. ഗ്രിഡ് ലൈൻസ് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ കള്ളികൾ വരും. അതിന് ശേഷം നമുക്കിതാ ഇതിങ്ങനെ എന്തൊക്കെയാൽ മതി കണ്ടോ, ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് നിർത്തുക. ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഗ്രിഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, അതായത് ഈ ലൈന് ആ ഗ്രിഡ് ലൈൻസിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റിനകത്ത് ഷേപ്പ് ഔട്ട്ലൈനിൽ എന്ത് കൊടുക്കാം, ഇതിൻ്റെ ബോർഡർ ഓക്കെ ഡാഷ് ബോർഡർ അല്ലേ ആ രീതിയിലാക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള കളറ് നമുക്ക് ഒഴിവാക്കാം. കണ്ടോ ഈ രീതിയിൽ വന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റാറൊക്കെ വരയ്ക്കാം. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറൊക്കെ കാണാം. ഒരു 24ൻ്റെ ഒരു സ്റ്റാർ നമുക്ക് ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് വരയ്ക്കാം. ഇത് ഈ ബോക്സിൻ്റെ കറക്റ്റ് സെൻട്രലായിരിക്കണം. അലൈൻ സെൻറ്ററും അലൈൻ മിഡിലും കൊടുത്തിട്ട് സെൻറ്റർ ആക്കുക. പിന്നെ അടുത്ത നൗ റീഡിസൈൻഡ് എന്ന് എഴുതാനുണ്ട്, അത് ഇതിനകത്ത് എഴുതാം. നൗ റീഡിസൈൻഡ് എന്ന് എഴുതി ഓക്കെ ഒരു ആശ്ചര്യ ചിഹ്നം. അലൈൻ ലെഫ്റ്റും അലൈൻ സെൻറ്ററൊക്കെ ഒന്നും കൂടി കറക്റ്റാക്കി നിർത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോക്സുകളൊക്കെ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫോർമാറ്റിനകത്ത് ബ്രിങ് ഫോർവേഡ് കൊടുത്തിട്ട് മുകളിലേക്കാക്കുക. അതായത് സ്റ്റാർ ഏറ്റവും ബാക്കിലാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രിങ് ഫോർവേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റാറിൻ്റെ ബോർഡർ നമുക്ക് ഒഴിവാക്കാം.
അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽ കളർ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ, ഒരു ഓറഞ്ച് പോലത്തെ കളറൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള കളറ്, അത് എഴുത്തിൻ്റെ കളറ് നമുക്കൊരു മെറൂൺ റെഡ് പോലത്തെ കളറൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇതിങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതങ്ങോട്ട് പൊന്തിച്ച് വയ്ക്കാം. ഇനി ഈ ക്യാൻവാസിൻ്റെ താഴെ നമ്മൾ കേഴ്സർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കീബോർഡിനകത്ത് എൻ്റർ അമർത്തിയിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കേണ്ട ഒരു മെത്തേഡ് മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള പണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഈ ബോക്സിൻ്റെയൊക്കെ സൈസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ഞാൻ വരച്ച ചിലപ്പോൾ കുറച്ച് വീതി കൂടി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുക, ഫോണ്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു കറക്റ്റ് ലേഔട്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ല അത് കുറച്ച് ഉയരം കൂടുതലാണ്. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് കുറച്ച് എന്താണ് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ചാൽ മതിയെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരേണ്ടത് ഏതാണ്, ഇതേപോലെ വരയ്ക്കുക. ഇതിനകത്ത് നോക്കിയാൽ 1 2 3 4 കോളവും അതുപോലെ തന്നെ 3 റോയുമുള്ള ഒരു ടേബിളാണിത്. അപ്പോൾ ആൾട്ട് എ ആയിട്ട് അടിക്കുക. ഓക്കെ, 4 കോളവും 3 റോയുമുള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ? അതിനുശേഷം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, 90 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയോ അപ്ലിക്കേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്ലിക്കേഷൻസ്. ഇവിടെ ഇൻഫോഗ്രാഫിക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹൗ ആൻ ATM വർക്ക്സ്, അത് ഇത്രയും സെലക്ട് ചെയ്തിട്ട് ആദ്യം മെർജ് ചെയ്യണം. ആൾട്ട് AM അടിച്ചിട്ട് മെർജ് ചെയ്യുക. എന്നിട്ട് ഹൗ ആൻ ATM വർക്ക്സ് എന്ന് എഴുതുക. ഹൗ ആൻ ATM വർക്ക്സ്. ഓക്കെ, ഇതൊന്ന് സെലക്ട് ചെയ്തു, കുറച്ചൊന്ന് സൈസ് കൂട്ടി സെൻറ്ററിലേക്കൊക്കെ ആക്കി. ഓക്കെ, നല്ല സൈസ് ഉണ്ട് അതിന്. Ctrl D അടിച്ചു. അപ്പോൾ അതിൻ്റെ ഫോണ്ട് വരുന്നത് ഇമ്പാക്റ്റ് ഫോണ്ടാണ്. ഓക്കെ, പിന്നെ അത് ഈ ഒരു പാരഗ്രാഫാണ്. ഓക്കെ, ഇത് നമ്മൾ സെലക്ട് ചെയ്തൊന്ന് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് ആൾട്ട് AM അടിക്കണം. അതിനുശേഷം നമ്മളിത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എഴുത്തിൻ്റെ കളർ ഏതാണ്, ബ്ലാക്ക് ആണ് അല്ലേ? ഓക്കെ, അത് വൈറ്റിലാണ് വന്നിരിക്കുന്നത്, അത് ബ്ലാക്ക് ആക്കിയാൽ മതി. ഓക്കെ, കണ്ടു. അപ്പോൾ അതിനത് സെലക്ട് ചെയ്തിട്ട് Ctrl E അടിച്ചതിന് സെൻറ്ററിലേക്ക് ആക്കാം. പിന്നെ ആൾട്ട് OB അടിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഷെയ്ഡിങ്ങും കൊടുക്കാം. അല്ലേ? അപ്പോൾ തന്നെ ഹൗ ആൻ ATM വർക്ക്സിനും ഉണ്ട് ഷെയ്ഡിങ് അല്ലേ? സെലക്ട് ചെയ്തു, ആൾട്ട് OB അടിച്ചു. ഓക്കെ, ഇതിനും മാത്രമല്ല ഇതിനും അതേ ഷെയ്ഡിങ് തന്നെയാണ് ഈ 90ക്ക് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ അമർത്തിയിട്ട് സെലക്ട് ചെയ്തു, ആൾട്ട് OB അടിച്ചിട്ട് രണ്ടിനും കൂടി നമുക്ക് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡിങ് ഒക്കെ കൊടുത്തു. ഇങ്ങനെ കണ്ടോ? അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിന് ഇൻഫോഗ്രാഫിക്കിനും എന്തുണ്ട്, ഷെയ്ഡിങ് ഉണ്ട്. ആൾട്ട് OB അടിക്കുക. അതിനുശേഷം നമുക്ക് വേറെ ഏതെങ്കിലും കളർ എടുത്തു. അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തു, ആൾട്ട് OB അടിച്ചു. അതിനുശേഷം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡിങ് അവിടെയും കൊടുത്തു. ഓക്കെ, കണ്ടോ? അതുപോലെ തന്നെ ഈ ടേബിളിൻ്റെ ബോർഡർ എല്ലാത്തിനും ഉണ്ടല്ലേ? അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഇതിൻ്റെ ഹൈറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കണ്ടോ? ഇത് കറക്റ്റ് ഒന്ന് സെൻട്രലാക്കി നിർത്തുക. ഇതുപോലെ തന്നെ ഹൈറ്റ് വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടാം. ഇതും കറക്റ്റ് സെൻറ്ററിലേക്ക് നിർത്തുക. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കുറച്ച് ഹൈറ്റ് ഒന്ന് കൂട്ടാം. കണ്ടോ? ഇതൊക്കെ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നിർത്താം. കുറച്ചൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ടേബിളിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഈ പിക്ചറിനകത്ത് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിക്ചർ ഡയറക്റ്റായിട്ട് പേജിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യരുത്. ഓക്കെ, അതായത് ഇതേപോലെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആൾട്ട് ഇത് കറക്റ്റ് സെൻറ്റർ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് സെൻറ്റർ ആക്കാം. Ctrl E അടിച്ചിട്ട് സെൻറ്റർ ആക്കി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആൾട്ട് NSHN അടിച്ചിട്ട് ഇതേപോലെ വയ്ക്കാം. പിന്നെ ആൾട്ട് IPF എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ പ്രോജക്റ്റ് പിക്ചേഴ്സിനകത്ത് ആ പിക്ചർ ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ പോയി ഈ പിക്ചർ ഇതവിടെ ഉണ്ട്, ഇൻസേർട്ട് ചെയ്തു. ഈ പിക്ചർ നമുക്ക് ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കുറച്ചൊന്ന് സൈസൊക്കെ ഒന്ന് കൂട്ടി. ഓക്കെ, ഇത് ക്യാൻവാസിൻ്റെ ഉള്ളിലല്ല നിങ്ങൾ വരച്ചതെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ പിക്ചറും ചിലപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആ ബോക്സും ഒക്കെ ചിലപ്പോൾ സ്പ്ലിറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ക്യാൻവാസിൻ്റെ ഉള്ളിൽ വരച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്താവില്ല, സ്പ്ലിറ്റായി പോവുകയോ വേറെ വേറെ പേജുകളിലായി പോവുക അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ ഇൻസേർട്ടിനകത്ത് ഷേപ്പ് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതിന് നമുക്ക് ഏത് കളർ കൊടുക്കാം? വൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ ഞാൻ ഒഴിവാക്കി. ഇതിന് മുകളിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഷേപ്പ് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഫില്ലിനകത്ത് അവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്, കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. നമുക്കൊരു 30 കൊടുത്തു.
ഓക്കെ, കണ്ടില്ലേ, ട്രാൻസ്പെറൻസി വന്നില്ലേ. ഇനി അടുത്ത് ഇതിനകത്ത് എഴുതുക, ജസ്റ്റ് ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ജസ്റ്റ് ഫിക്സ് ഇറ്റ് എന്ന് എഴുതി സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു. ഇതിൻ്റെ ഫോണ്ട് വരുന്നത് ബ്രഷ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്കാണ്. തന്നെ ഓക്കെ അടിക്കുക. കണ്ടോ, അത് ആദ്യം തന്നെ എഴുതിയപ്പോൾ വെള്ള കളറിലാണ് വന്നത്. പിന്നെ നമുക്കതിൻ്റെ കളറൊന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇതേപോലെ കണ്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കുക. കണ്ടോ, കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ നിന്നോളും. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ താഴെ നമുക്ക് എന്താ എഴുതാനുള്ളത്? കണ്ടോ, സോഫ്റ്റ്വെയർ സെൻറ്റർ എന്നാണ് എഴുതാനുള്ളത്. ഓക്കെ, അത് ഞാൻ വെറുതെ കോപ്പി പേസ്റ്റ് അടിക്കുകയാണേ. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. കൺട്രോൾ ഡി അടിച്ചിട്ട് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വലിയ ഡിസൈനൊന്നും അതിൽ കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് കോപ്പി പേസ്റ്റ് അടിച്ചത് കേട്ടോ, ചെയ്ത് കാണിച്ചു തരാത്തത്. ഓക്കെ, വെറുതെ ടൈം പോക്കണ്ട നമുക്ക്. ഇനി ഇത് ഒന്നിടവിട്ട അക്ഷരങ്ങൾക്ക് ഗ്രേ കളർ കൊടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിടവിട്ട അക്ഷരങ്ങൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക മൈക്രോസോഫ്റ്റ് വേർഡിൽ? അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. എനിക്ക് വേണ്ടത് എസ്സും, അതായത് ഈ കറുപ്പുള്ളതൊക്കെ ചോപ്പാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എസ് സെലക്ട് ചെയ്തു, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് എഫ് സെലക്ട് ചെയ്യുക, ഡബ്ല്യു സെലക്ട് ചെയ്യുക, ആർ സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ വിടുക. എന്നിട്ട് കൺട്രോൾ ഡി അടിച്ചിട്ട് നമുക്കിതിൻ്റെ കളറ് വേറെ ഏതെങ്കിലും കളറിലേക്ക് സ്വിച്ച് ചെയ്യാം. കണ്ടോ, അതുപോലെ തന്നെ സി സെലക്ട് ചെയ്തു, എൻ സെലക്ട് ചെയ്തു, ആർ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു. കണ്ടോ, അപ്പോൾ ഒന്നിടവിട്ട അക്ഷരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ അമർത്തി പിടിക്കുന്നത്. ഓക്കെ, അത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ വർക്ക് കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൻ്റെ 14th എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ടേബിളും പിന്നെ ഡ്രോയിങ് ക്യാൻവാസുമായിട്ട് ബന്ധപ്പെട്ട ചില സെറ്റിങ്സുകളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഷോർട്ട് കട്ട്സുകൾ ഇതിന് മുൻപുള്ള പ്രോജക്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഓക്കെ, ഒരു വ്യത്യാസമൊന്നും തന്നെ ഇല്ല. പക്ഷേ എന്തിനാണ് ഈ റിപ്പീറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ഫോർ അബ്സല്യൂട്ട്ലി ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, കാരണം ഒരുപാട് പ്രോജക്റ്റ് വർക്കുകൾ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ളത് ചെയ്തു കഴിഞ്ഞാൽ, വ്യത്യസ്ത മോഡലിൽ വ്യത്യസ്ത ലേഔട്ടിലുള്ള പ്രോജക്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്സ്പേർട്ട് എന്നുള്ള ലെവലിലേക്ക് മാറുള്ളൂ. ഒരു പ്രോജക്റ്റൊന്നും പോരാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രോജക്റ്റുകൾ ബി ആൻ എക്സ്പേർട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയമുണ്ടെങ്കിൽ എല്ലാ എക്സസൈസുകളും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴേ നമ്മൾ ഈ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ടുകൾ നമ്മൾ വീണ്ടും ഉപയോഗിച്ച് ഒരു സിമെൻ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ അത് അടിച്ച് ഉറപ്പിച്ച് അങ്ങോട്ട് പതിയുള്ളൂ. ഓക്കെ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടുകളൊക്കെ ഇങ്ങനെ മണിമാരി ഇങ്ങനെ പറയണം. ഓക്കെ, അതുപോലെ ഇങ്ങനെ കഴിയും, നമ്മൾ അതുപോലെ ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ, പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ബി ആൻ എക്സ്പേർട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ.